കോവക്ക മിക്സിയിൽ ഒന്ന് ചതച്ചെടുത്തിട്ട് ഇന്ന് വരെ ആരും ചിന്തിക്കാത്ത ഒരു കിടിലൻ ഐറ്റാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഇത് തയ്യാറാക്കി നോക്കിയിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. അതുപോലെ ഇതുപോലൊരു വീഡിയോയും നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. കോവയ്ക്ക് ഇതുപോലെ ഒരെണ്ണം നടുവേ കീറിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് 4 എണ്ണം ആക്കി എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 10 കോവക്ക എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ. ഇതിൽ അത്യാവശ്യം നല്ല മൂത്ത് പഴുത്തിട്ടുള്ള കോവക്കയൊക്കെ ഉണ്ട്. പഴുത്ത കോവക്ക വെച്ചിട്ടൊക്കെ നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് പേസ്റ്റ് ആക്കി എടുക്കരുത്. ഇതുപോലെ എല്ലാം ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതിയാവും. ഇനി ഒരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം, അപ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇനി അതിലേക്ക് കടുക് ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മിക്സിയിൽ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു കോവക്ക മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും കോവക്ക അരച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ. പക്ഷേ ഇത് തയ്യാറാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു എണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് സമയം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഒരു 3/4 വേവാവുന്നത് വരെ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. ഇനി മിക്സിയുടെ ജാറിലേക്ക് എരിവിനാവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുക. ഒരുപാട് അരഞ്ഞു പോകരുത്, ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇപ്പോൾ ഈ ഒരു കോവക്കൊക്കെ ഇവിടെ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. ഒരു 3/4 ഭാഗം വേവാകുമ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കേബേജ് ആണ് കേട്ടോ. ഇതുപോലെ കേബേജും കോവക്കയും ചേർത്ത് ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. കാരണം ആ ഒരു കോവക്ക ഇഷ്ടമില്ലാത്തവർക്ക് വരെ ഇതുപോലെ തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ല ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഒരു 1-2 കപ്പ് കേബേജ് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു കോവക്കയും കേബേജും ഒക്കെ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ തയ്യാറാക്കിയെടുക്കുമ്പോൾ കോവക്കയുടെ ആ ഒരു പഴുത്ത ടേസ്റ്റ് ഒന്നും ഇഷ്ടമില്ലാത്തവരുണ്ടല്ലോ, ആ ഒരു ടേസ്റ്റ് ഒന്നും മുന്നിട്ട് നിൽക്കൂല കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ കോവക്ക പെട്ടെന്ന് വെന്ത് കിട്ടാത്തതുകൊണ്ടാണ് ആദ്യം കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുത്തത്. കേബേജിന് അത്രക്ക് വേവില്ലല്ലോ. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കേബേജും ഏകദേശം ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങാക്കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു തേങ്ങ അരച്ചെടുക്കുമ്പോൾ കുറച്ച് ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല, ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇത്രേ പണിയുള്ളൂ. നമ്മുടെ കോവക്ക കേബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ടും കൂടെ 1 മിനിറ്റ് വെക്കാം. അതിലെന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് തുറന്ന് വെക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. കോവക്ക ഇഷ്ടമില്ലാത്തവർക്ക് വരെ ഇത് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്.